ഹലോ ക്ലാസ് 10 CBSE ഫാമിലി, ഞാൻ നിങ്ങളുടെ സ്വന്തം അബൈസാറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 കീ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യും. 4 പോയിന്റ്സിലൂടെ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കാം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കിലേക്ക് എങ്ങനെ സ്കോർ ചെയ്തെടുക്കാം എന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് സ്കില്ലാണ്. നിങ്ങൾ പലർക്കും പല സ്കിൽ ഉണ്ടാവും അല്ലേ? ചിലർക്ക് ഫുട്ബോൾ കളിക്കാൻ, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാൻ, ചിലർക്ക് ബാസ്കറ്റ് കളിക്കാൻ. ഈ സ്കില്ലൊന്നുമല്ല സാർ ഉദ്ദേശിക്കുന്നത്. പഠിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ 3 കാറ്റഗറി, 3 ടൈപ്പ് മക്കളുണ്ട്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിലെടുക്കുന്നത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കും, പിന്നെ നോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ വരും, അവർക്ക് എന്താണോ ക്ലാസ്സിലെടുത്തത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും, അവർ പഠിക്കും, നല്ലൊരു മാർക്കിലേക്ക് എത്തും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവർ ക്ലാസ്സിലെടുക്കുന്നത് ശ്രദ്ധിക്കും, സാറിനെ പോലുള്ളവരൊക്കെ ക്ലാസ്സിലെടുക്കുന്നത് ശ്രദ്ധിക്കും, നോട്ട് എഴുതും, എന്നിട്ട് വീട്ടിലേക്ക് വരും. നോട്ട് വായിച്ചാൽ മാത്രമാണ് അവർക്ക് എന്താണ് ക്ലാസ്സിലെടുത്തെന്നുള്ളൊരു ഓർമ്മ അത് കത്തുള്ളൂ. എന്നിട്ട് അത് പഠിച്ച് അത് നന്നായിട്ട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് അവർ എക്സാം എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുക. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്, കോമഡിയാണ്. അവർ ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിക്കില്ല, നോട്ട് എഴുതില്ല, പക്ഷെ അവർക്ക് എക്സാം ആകുമ്പോൾ വൺ ഷോട്ടൊക്കെ കണ്ടിട്ട് നല്ല മാർക്ക് ഉണ്ടാവും. എന്താ പറയുക, സ്മാർട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ നല്ല മാർക്കിലേക്ക് എത്താം. അപ്പൊ നിങ്ങളുടെ സ്കിൽ എന്താണോ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ആദ്യത്തെ കീ പോയിന്റ്. അപ്പൊ സ്കില്ല് സ്വയം ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ ആണ്. നിങ്ങൾക്കറിയാം, അത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ അത് കൺസിസ്റ്റൻസിയാണ്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ നിൽക്കുക. നിങ്ങളൊരാഴ്ചയിൽ ഇന്നൊരാഴ്ച ഞാൻ സോഷ്യലിലെ 2 ചാപ്റ്റർ പഠിക്കും, അല്ലെങ്കിൽ മാത്സിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു അക്കാദമിക് ഇയർ ത്രൂ ഔട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ നല്ലൊരു മാർക്കിലേക്ക് സിമ്പിൾ ആയിട്ട് എത്തിക്കും. 3 പോയിന്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സ്കില്ല് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഡിസിപ്ലിൻ, ദ തേർഡ് എന്താണ്, കൺസിസ്റ്റൻസി. കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. നാലാമത്തെ ആള് എന്താ സാറേ, നാലാമത്തെ ആളെ പറയാത്ര മടി. നാലാമത്തെ ആള് നിങ്ങൾ പലർക്കും ഇല്ലാത്തൊരു സംഭവമാണ്, കോൺഫിഡൻസ് ആണ് മക്കളെ. ആത്മവിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നിങ്ങൾ എന്താകുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മറ്റുള്ള 4 ആൾക്കാരോട് ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഞാനിതാവും, അല്ലെങ്കിൽ എന്റെ മാർക്ക്, എനിക്ക് മാത്സിൽ ഇത്ര മാർക്ക് ഉണ്ടാവും എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു മക്കളെ. അപ്പൊ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി മറക്കാതിരിക്കുക. കോൺഫിഡൻസ് വെച്ച് കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% കോൺഫിഡൻസ് ആണെങ്കിൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാം നാളെ. അങ്ങനെ 4 പോയിന്റ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെ രസകരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, bye bye all. Thank you.